ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ലൊരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദയിലോ ഗോതമ്പ് പൊടിയിലോ ഏതിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. മൈദയിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു പലഹാരം കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു നുള്ള് സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഈ പലഹാരം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് സോഡാപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ ആദ്യം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ച് നോക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു വെള്ളം പോരാതെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 250 ml കപ്പിന്റെ അളവിൽ ഒരു 1/4 കപ്പോളം വെള്ളം ആയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത്. ഈ ഒരു ബൗളിൽ തന്നെ വെച്ച് കുഴച്ചെടുക്കണമെന്നൊന്നുമില്ല. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോർഡിലോ പ്ലേറ്റിലോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് കുറച്ച് വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയറാണിത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ളതാണ്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയറിന്റെ അളവ് 250 ml കപ്പിന്റെ അളവിന് 1 കപ്പ് ചെറുപയറാണ് ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുള്ളത്. അതിലേക്കൊരു അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്ക ഇതുപോലെ ചതച്ചതിന് ശേഷം അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പൊടിയോ ആണ്. 1/4 കപ്പ് അളവിന് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് നേരത്തെ കുഴച്ചു വെച്ചിരുന്ന ആ ഒരു മാവ് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി മാറ്റാം. ഞാനിപ്പോൾ കുറച്ച് വലിപ്പത്തിലാണ് ഈ ഒരു മാവ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ എല്ലാ മാവും ബോൾ ഷേപ്പിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു മാവ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് നല്ല വലിപ്പത്തിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആ വലിപ്പത്തിലും അളവിലും ഒക്കെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ചൊന്ന് വലുതായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു മാവും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ മാവും പരത്തിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് പരത്തി വെച്ച ഒരു മാവ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചെറുപയർ തേങ്ങ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഓരോ സ്പൂണിലും വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പരത്തിയെടുത്ത വേറൊരു മാവ് ഇതിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വലിപ്പത്തിലുള്ള ഒരു പാത്രത്തിൽ ഇതുപോലെ വക്കുള്ള പാത്രമാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒന്നും പുറത്തോട്ട് പോവാത്ത രീതിയിൽ നന്നായിട്ട് കട്ട് ചെയ്ത് കിട്ടും. ചെറുതാണെന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് വലിപ്പത്തിലാണ് വേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിലുള്ള പാത്രം എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുപാട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ല. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ പൊട്ടി പുറത്തു പോകും, അതിൻ്റെ ഷേപ്പൊക്കെ വിട്ടു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു താഴത്തെ ഭാഗം മാത്രം എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴാണ് കറക്റ്റ് പരുവത്തിന് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു മുകൾ ഭാഗത്ത് കാണുന്ന അതേപോലെ തന്നെ താഴത്തെ ഭാഗം കൂടി വെന്ത് വരണം. അപ്പോൾ താഴത്തെ ഭാഗം എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇപ്പോൾ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി സ്നാക്സ് ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. എത്ര കഴിച്ചാലും മടുപ്പ് വരാത്ത ഒരു കിടിലൻ പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.